പിതൃസ്മരണയിൽ നാട്. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങിനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ച് കർക്കിടക വാവുബലി. പുലർച്ചെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, ആലുവ മണപ്പുറം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇത് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, ദക്ഷിണകാശി എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളം ഗ്രാമത്തിൽ ഉൾപ്പെടുന്ന തൃക്കണ്ണാട് പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഉറക്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. ഇവിടെ കർക്കിടക വാവുമായി ബന്ധപ്പെട്ടുള്ള ബലി കർമ്മത്തിന് വേണ്ടിയാണ് ഇവിടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കർണാടക സ്റ്റേറ്റിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എല്ലാവരും ഈ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ ബലി കർമ്മത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 5:05 തുടങ്ങിയ ബലി കർമ്മത്തിൻ്റെ തിരക്കാണ് ഇവിടെ കണ്ടുവരുന്നത്. ഒരുപാട് ആൾക്കാർ ഇനിയും ക്യൂ നിൽക്കുന്നുണ്ട്. വളരെ പ്രശസ്തമായ തൃക്കണ്ണാട് ക്ഷേത്രത്തിലെ വളരെ ആറാട്ട് മഹോത്സവം, പ്രശസ്തമായ ആറാട്ട് മഹോത്സവമൊക്കെ നടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ബലികർമ്മം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലികർമ്മത്തിനായിട്ട് ഈ തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ വളരെയധികം ഈ ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. കാലം കഴിയുന്നതോറും ജനങ്ങളുടെ തിരക്കുകൾ കൂടുന്നതുകൊണ്ട് വളരെയധികം വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കടലേറ്റം വളരെ രൂക്ഷമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗകര്യങ്ങൾ വടക്ക് തെക്ക് വശത്തായിട്ട് നമ്മളിത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ മറ്റ് ഫയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഭക്തജനങ്ങൾക്ക് വരുന്നവർക്കുള്ള ലഘുഭക്ഷണങ്ങൾ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വിവിധ ആരോഗ്യ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വർഷം ഇത് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിന് ക്ഷേത്ര പൂജാരി രാജേന്ദ്ര അരളിത്തായ, നവീൻ ചന്ദ്ര കയത്തായ എന്നിവർ നേതൃത്വം നൽകി. ബലിതർപ്പണ ചടങ്ങിനായി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. രാവിലെ 6 തന്നെ ക്ഷേത്ര പരിസരത്ത് ഭക്തരുടെ നീണ്ട നിര കാണാമായിരുന്നു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് പിതൃബലിക്ക് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത്. ഈ ദിവസം ബലിയർപ്പിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് തലേദിവസം ഒരിക്കൽ ആചരിച്ചാണ് വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.